മുട്ട വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. മുട്ട പുഴുങ്ങി അത് തോടൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. മഞ്ഞൊന്നും ഇളകി പോവാതെ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ അറ്റം കൂർപ്പുള്ള ഒരു സ്ക്യൂർ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. അത് മുട്ടയിലേക്ക് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തലവരെ കുത്തി കൊടുക്കുക കേട്ടോ, എന്നാൽ പിന്നെ വേർപെട്ട് പോരൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ 4 പീസ് മുട്ടയും ഞാൻ ഇതുപോലെ തന്നെ സ്റ്റിക്കിൽ കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഒരു 4 പീസിലേക്ക് 4 സ്ലൈസ് ബ്രെഡ് തന്നെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ബ്രെഡിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു ബ്രൗൺ കളറിലുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബ്രെഡിന്റെ സ്ലൈസ് ഒന്ന് ഇതുപോലെ 2 സൈഡും ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കരുത്, ജസ്റ്റ് തിരിച്ചു മറിച്ചു ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് കളയാം. ഇനി നമ്മൾ സ്റ്റിക്കിൽ വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ഉണ്ടല്ലോ, അത് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. നടുഭാഗത്തായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ 4 സൈഡൊന്നും കവർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് പൊതിഞ്ഞു കൊടുക്കാം. ഇനി ബാക്കിയുള്ള പീസും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള, ഒരു ചെറിയ സവാള എടുത്താൽ മതി കേട്ടോ. വലുതാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പീസ് എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂണ് അയമോദകം ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും, പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, പിന്നെ 1/4 ടീസ്പൂണ് ചാറ്റ് മസാലയും, ഒരു 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും, 1/4 ടീസ്പൂണ് ക്യൂമിൻ സീഡിൻ്റെ പൗഡർ ഉണ്ടല്ലോ, നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കൂടി പോകരുത്, ഒരു കറക്റ്റ് പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു ലൂസിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ സ്റ്റിക്കിൽ കവർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എഗ്ഗ് ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും മാവൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, ഒന്ന് കവറായിട്ട് നിൽക്കണം. എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള എഗ്ഗ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് കേട്ടോ ഈ ഒരു മസാലയും കൂടെ ചേരുമ്പോൾ വരുന്നത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്